Ramanamsian. Welcome to BSc AC Circuits. AC Circuits കൈകാര്യം ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. കാൽക്കുലസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയും അതിന്. മറ്റൊന്ന് ഫേസർ ടെക്നിക്ക്. അത് നമ്മൾ ഡയഗ്രമൊക്കെ വരച്ചാൽ ചെയ്യുന്നത്. മൂന്നാമതൊരെണ്ണമാണ് ജെ ഓപ്പറേറ്റർ ടെക്നിക്ക്. അതും ഒരു അനലിറ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എ സി വോൾട്ടേജും ഡി സി വോൾട്ടേജും തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസം, ഇപ്പോൾ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസ് കോയിലും അല്ലെ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ വരുമ്പോൾ എ സി ഡി സിയും തമ്മിൽ വ്യത്യാസമുണ്ട്. 3 വോൾട്ട് എ സിയും 3 വോൾട്ട് ഡി സിയും 4 വോൾട്ട് ഡി സിയും കൂടെ കൂട്ടിയാൽ സം ചെയ്താൽ അതിൻ്റെ സമ്മായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത് 3 + 4 = 7 വോൾട്ട് എന്നാണ്. നേരെ പറഞ്ഞ് 3 വോൾട്ടും 4 വോൾട്ടും എ സി ആണെങ്കിൽ, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് മാത്രമല്ല, റെസിസ്റ്റൻസും കോയിൽ, റെസിസ്റ്റൻസും കപ്പാസിറ്റർ, ഇങ്ങനെയുള്ള കോമ്പിനേഷൻസിൽ 3 വോൾട്ട് എ സിയും 4 വോൾട്ട് എ സിയും കൂടെ സം ചെയ്താൽ, അത് മെഷർമെൻറ്റ് എടുത്താൽ 5 വോൾട്ട് എന്നാണ് കിട്ടുക. അതൊരു വെക്റ്റർ സ്വഭാവമാണ്. 5 എന്ന് പറയുമ്പോൾ √3² + 4². ഈ ബേസിക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫേസറും ജെ ഓപ്പറേറ്ററൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഫേസർ എന്താണെന്നൊന്ന് നോക്കാം. ഫേസറിൻ്റെ പ്രത്യേകത, ഇത് ഡയഗ്രമൊക്കെ വരച്ചാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് അല്പം സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ അത് ഉപയോഗിക്കാറില്ല. ഫേസർ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് വെക്റ്ററാണ്. അതും ഏതെങ്കിലും ഒരു പ്രിഫേർഡ് ആക്സിസും തമ്മിലുള്ള ആംഗിള് ഫേസ് ഡിഫറൻസ് ആയിട്ട് കയറി വരും. അതുകൊണ്ട് അതിനെ ഫേസർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ഒന്ന് കാണാം. ഇപ്പോൾ ഒരു വെക്റ്ററാണെന്നിരിക്കട്ടെ. തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരു പിന്ന് എന്ന് സങ്കല്പിക്കുക. ഒരു പിന്ന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ ഓർ എക്സ് ആക്സിസ്. ഇതൊരു പ്രൊജക്ടറാണ്. ഒരു ലൈറ്റ്, പാരലൽ ലൈറ്റ് ബീം തരുന്ന ഒരു ടോർച്ചോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നൊരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈ പിന്നിലോട്ട് വീണാൽ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ അല്ലെ OY പ്ലെയിനിൽ ഒരു ഇമേജ് വീഴും. ഈ ഇമേജ് തീർച്ചയായിട്ടും OB ആയിരിക്കും. ഈ OBക്ക് പറയുന്ന പേരാ Y പ്രൊജക്ഷൻ ഓഫ് ദിസ് വെക്റ്റർ. ഇതുപോലെ മുകളിൽ നിന്നും ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ OXലോട്ട് ഒരു ഷാഡോ വീഴും. ആ ഷാഡോ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതാണ് ഇതിൻ്റെ എക്സ് പ്രൊജക്ഷൻ എന്ന് പറയുക. നമുക്കറിയാം, തീർച്ചയായിട്ടും എക്സ് പ്രൊജക്ഷൻ = V0 cos θ ആൻഡ് Y പ്രൊജക്ഷൻ V0 sin θ. അപ്പോൾ ഈ പ്രൊജക്ടർ ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇതിനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് അതിനെ പ്രൊജക്ഷൻസ് എന്ന് വിളിക്കുക. എക്സ് പ്രൊജക്ഷൻ ആൻഡ് Y പ്രൊജക്ഷൻ. സാധാരണ അല്ലെ മറ്റൊരു പേര് പറഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ്, ഇതിൻ്റെ ഈ വെക്ടറിൻ്റെ എക്സ് കമ്പോണൻറ്റ്, Y കമ്പോണൻറ്റ് എന്ന് നമ്മൾ നേരത്തെ തൊട്ട് കേൾക്കുന്നത്. ഇനി ഫേസർ എന്ന് പറയുമ്പോൾ V0 പീക്ക് വോൾട്ടേജ്, ഇപ്പോൾ എ സിയുടെ കേസ് വോൾട്ടേജ് ആണെന്നിരിക്കട്ടെ, പീക്ക് വോൾട്ടേജ് V0 ഒരു വെക്ടറായിട്ട് എടുത്തുകൊണ്ട് ഇത് ഈ ഒറിജിനെ ബേസ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു.
എ സിയുടെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ, അപ്ലൈഡ് എ സിയുടെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ 2πf എന്ന് പറഞ്ഞാൽ ഒമേഗ, അതാണ് ആംഗുലാർ വെലോസിറ്റി. അതേ ആംഗുലാർ വെലോസിറ്റിയിൽ ഈ പീക്ക് വോൾട്ടേജ് വെക്റ്റർ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് കറങ്ങുന്നെന്ന് സങ്കല്പിക്കുക. ഇനിഷ്യലായിട്ട് V0 OXൽ കൂടാ എങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് ഇത് തിരിയേണ്ട ആംഗിൾ ഒമേഗ ടി ആ. ഒരു സെക്കൻഡിൽ തിരിയുന്ന ആംഗിളാണല്ലോ ഒമേഗ എന്ന് പറയുന്നത്. എങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിൾ ഒമേഗ ടി. എങ്കിൽ ഇതിൻ്റെ എക്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ V0 കോസ് ഒമേഗ ടി. അത് ടി സെക്കൻഡ്, ടി എന്ന് പറയുന്ന സമയത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജാണ്. ഇതുപോലെ വൈ പ്രൊജക്ഷൻ എടുത്താൽ V0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അത് ടി സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജായിട്ട് നമുക്ക് ഒന്നുകിൽ എക്സ് പ്രൊജക്ഷൻ എടുക്കാം, അല്ലെ വൈ പ്രൊജക്ഷൻ എടുക്കാം. V = V0 സൈൻ ഒമേഗ ടി, അല്ലെ V = V0 കോസ് ഒമേഗ ടി. അപ്പോൾ ഈ ആംഗിൾ ഫേസാണ് ഒമേഗ ടി. ഇത് തിരിയുന്ന ഒരു നിശ്ചിത സമയത്ത് ഈ ആംഗിൾ എത്ര ആണോ, ദാറ്റ് ഈസ് ദി ഫേസ് ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. അപ്പോൾ പീക്ക് വോൾട്ടേജ് എത്രയാണോ അതിനെ നമ്മൾ ഒരു വെക്ടറായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു. ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ പ്രൊജക്ഷൻസ് കണ്ടുപിടിച്ചാൽ ആ പ്രൊജക്ഷൻ ആയിരിക്കും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇത് ആണ് ഫേസർ. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഡയഗ്രമൊക്കെ വരച്ച് വേണം ഇത് ചെയ്യാൻ. ദാറ്റ് വിൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഇതിനൊക്കെ എളുപ്പമുള്ള മെത്തേഡാണ്, സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നതാണ് ജെ ഓപ്പറേറ്റർ ടെക്നിക്ക്. അതെന്താണെന്ന് ആണ് ഇനിയും കാണുന്നത്. ഇപ്പോൾ വെക്റ്റർ എയും വെക്റ്റർ ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നിരിക്കട്ടെ. എങ്കിൽ എൻ്റെ സം എന്ന് പറയുന്നത് ഈ ഡയഗണല്ല, അതിൻ്റെ മോഡുലസ് √(a² + b². ഇതുപോലെ വെക്റ്റർ എ എങ്കിൽ ഇത് -b ആണ്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഈ ഡയഗണല്ല, ദാറ്റ് ഈസ് a - b. ഇതിൻ്റെ മോഡുലസ് എടുത്താൽ √(a² + b². ഇനി നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ a+ib a-ib, അത് നമ്മൾ ഇലക്ട്രിസിറ്റി AC തിയറിയിലൊക്കെ I എന്നുള്ളതിന് പകരം നമ്മൾ J ആണ് എടുക്കുക. J I or J, ദറ്റ് ഈസ് √(-1). അപ്പോൾ a+ib വരെ a+jb a-jb. ഈ രണ്ടിൻ്റെ മോഡുലസ് √(a² + b² ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ ഏതാണ്ട് വെക്ടറിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് JB എന്നെടുക്കുന്നു. അപ്പോൾ ഇത് √(a² + b². ഇത് എ എന്നെടുത്താൽ ഇത് -JB. അപ്പോഴും അതിൻ്റെ മോഡുലസ് √(a² + b². ഇതിൽ ഈ J എന്ന് പറയുന്ന √(-1), ആ Jയെ നമുക്ക് ഒരു ഓപ്പറേറ്ററായിട്ട് ചിത്രീകരിക്കാം. അതിനുവേണ്ടി ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് ഇവിടെ 1 2 3 4 എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് -1 -2 -3 എക്സെട്ര. മുകളിലോട്ട് J 2J 3J 4J + എക്സെട്ര. താഴോട്ട് -J -2J -3J എക്സെട്ര. തീർച്ചയായിട്ടും 1ഉം Jയും, അതായത് 1നെ J കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരും. അതായത് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഈ 1 റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ഫലമായത് ചെയ്യുക. അപ്പോൾ 1 × J = J. അതിപ്പോൾ y ആക്സിസിലായി. J × ഒരു പ്രാവശ്യം കൂടെ J കൊണ്ട് മൾട്ടിപ്ലൈ J × J J² ഈസ് -1. വീണ്ടും ഒരു 90 ഡിഗ്രി തിരിഞ്ഞു എന്നർത്ഥം. -1 × J -J വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞു, നെഗറ്റീവ് y ആക്സിസിലായി. വീണ്ടും J കൊണ്ട് വിളിക്കുക, -J × J -J², ദറ്റ് ഈസ് 1. വീണ്ടും
90 ഡിഗ്രി തിരിഞ്ഞു. ചുരുക്കത്തിൽ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഓപ്പറേഷൻ ഓഫ് റൊട്ടേഷൻ ത്രൂ 90 ഡിഗ്രി ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ജെ എന്ന് പറയുന്നതിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. അത് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനെ എന്ന് പറയുന്ന ഓപ്പറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. ഇത് ഇപ്പോൾ വി ആർ ഒരു റെസിസ്റ്റൻസും കോയിലും കൂടെ ഉള്ള ഒരു സർക്യൂട്ടിൽ എ സി അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും, വോൾട്ടേജ് ഉണ്ടാകും. ലെറ്റ് ഇറ്റ് ബി വി ആർ. ഇൻഡക്റ്റൻസ് കോയിലിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും, ദറ്റ് ഈസ് വി എൽ. നേരത്തെ ഞാൻ പറഞ്ഞു കോയിലിൽ എപ്പോഴും വോൾട്ടേജ് ലീഡ് ചെയ്യും. ഈ ലീഡ് ചെയ്യുന്നത് 90 ഡിഗ്രി ലീഡ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ജെ ഓപ്പറേറ്റർ വെച്ച് ചെയ്യാം. വി ആർ ബേസ് ആക്സസിൽ കൂടെ ബേസ് ലൈനിൽ കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെ 90 ഡിഗ്രി ലീഡ് എന്ന് കാണിക്കാൻ വേണ്ടി കോയിലിൻ്റെ വോൾട്ടേജ് ഇതിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങോട്ട് വരും ജെ ഇൻറ്റു വി എൽ. എങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇത് രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറഞ്ഞാൽ വി ആർ പ്ലസ് ജെ വി എൽ. a complex form of AC voltage across the RL circuit, V star. ഇതിൻ്റെ മോഡുലസ് V ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ. റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും കൂടാണ്. കപ്പാസിറ്ററിൽ എപ്പോഴും വോൾട്ടേജ് ലാഗ് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ ഫസ്റ്റ് പോസ്റ്റിക്ക് പറഞ്ഞതാണ്. അവിടെ അപ്പം മൈനസ് ജെ വി സി എന്ന് കാണിക്കണം. താഴോട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടി മൈനസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആർ സി സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് വി സ്റ്റാർ കോംപ്ലക്സ് ഫോമിൽ വി സ്റ്റാർ ഈക്വൽസ് വി ആർ മൈനസ് ജെ വി സി. അവിടെയും വി ഈക്വൽസ് മോഡുലസ് എടുത്താൽ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ ഐ ഇസഡ് എന്ന് എഴുതാം. ഇസഡ് ഈസ് ദി ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നുള്ള അർത്ഥമുള്ളൂ റെസിസ്റ്റൻസിൻ്റെ പകരം. അപ്പോൾ ഐ ഇസഡ് സ്റ്റാർ ഈക്വൽസ് വി ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ പ്ലസ് വി എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ജെ ഒമേഗ എൽ. ഈ ഐ എല്ലാം പോയി കഴിഞ്ഞാൽ ഇസഡ് സ്റ്റാർ ഈക്വൽസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ. അതിൻ്റെ മോഡുലസ് അപ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ. ഒമേഗ 2π ഇൻറ്റു ഫ്രീക്വൻസി, എൽ ഈസ് ദി സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഇതാണ് ഇമ്പിഡൻസിൻ്റെ കോംപ്ലക്സ് ഇമ്പിഡൻസ്. ഇത് എൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഇതുപോലെ ആർ സി സർക്യൂട്ട് എടുത്താൽ ഇസഡ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1 ഒമേഗ സ്ക്വയർ സി സ്ക്വയർ. കണ്ടല്ലോ. അപ്പോൾ ജെ ഓപ്പറേറ്റർ വെച്ച് എളുപ്പം നമുക്ക് ഇക്വേഷൻസ് എഴുതുകയും സോൾവ് ചെയ്യുകയും ചെയ്യാം. സ്റ്റെപ്സ് വളരെ മിനിമം, ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഇതിന് ഉണ്ട്. എ സി സർക്യൂട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും ഒരേ രീതിയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ രീതിയിലല്ല ചേഞ്ച് ചെയ്യുന്നത്. കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എത്തുന്ന സമയത്ത് വോൾട്ടേജ് പീക്ക് ആയിരിക്കണമെന്നില്ല. ഇതിന് കാരണം ഞാൻ ആ കപ്പാസിറ്ററും ഇൻഡക്റ്റൻസ് കോയിലും വെച്ച് ഞാൻ പോസ്റ്റിംഗ് 1 പറഞ്ഞിട്ടുണ്ട്. അതും പിന്നെ ബേസ് ആയിട്ടുള്ളത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇതെല്ലാം നിങ്ങൾ +2 പഠിച്ചതാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ that is a resistance offered by a capacitor when an AC is passed through it. Inductive reactance എന്ന് പറഞ്ഞാൽ that is resistance offered by an inductance coil when an alternating voltage is applied across it. അപ്പോൾ അത് 2 ഓമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാധാരണ മെറ്റൽ വയറിനൊക്കെ റെസിസ്റ്റൻസേ ഉള്ളൂ. കോയിൽ ആകുമ്പോൾ അതിന് റെസിസ്റ്റൻസിന് പകരം നമ്മൾക്ക് അനുഭവപ്പെടുന്ന എതിർപ്പാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ദാറ്റ് ഈസ് അത് കാൽക്കുലസിൽ കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ എൽ. അത് എക്സ് എൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക. എക്സ് എൽ ഈക്വൽസ് ഒമേഗ ഇൻറ്റു എൽ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി ഈക്വൽസ് 1 ഒമേഗ സി.
അപ്പം ജെ ഓപ്പറേറ്റർ വളരെ കോമ്പാക്റ്റ്, ഡെറിവേഷൻസൊക്കെ വളരെ കോമ്പാക്റ്റ് ആക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യാനൊക്കെ ജെ ഓപ്പറേറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി സർക്യൂട്ടൊക്കെ അനലൈസ് ചെയ്യുന്നത്. ഇതും കൂടാതെ പോളാർ ഫോം എന്ന് പറയുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാനത് കൊണ്ട് അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ജെ ഓപ്പറേറ്ററാണ് ഇനി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഇനി സർക്യൂട്ട്സിൻ്റെ അനാലിസിസിലോട്ട് നമ്മൾ കടക്കും. പ്ലേലിസ്റ്റിൽ ഞാൻ +2 AC ടോപ്പിക്സ് പ്ലേലിസ്റ്റിലൊക്കെ കൊടുത്തേക്കും. അതും കൂടെ നോക്കി RMSഉം ബേസായിട്ടുള്ളതൊക്കെ അത് നോക്കി മനസ്സിലാക്കുക. താങ്ക് യു.